ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസാണ്. കോളിസ് ഇത് നമ്മൾ നേരത്തെ ഒരു വർക്ക് ചെയ്ത് വിട്ട വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി, നമ്മൾ ക്ലച്ച് സെറ്റ് ഹാർഡ് എന്ന് പറഞ്ഞിട്ട് ക്ലച്ച് മാറ്റി വിട്ട വണ്ടി, കമ്പനി സർവീസ് ഉള്ള വണ്ടി, ബേസ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിങ്, സെൻട്രൽ AC, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇത്രയും സിസ്റ്റമാണ് നമുക്ക് ഇതിനകത്ത് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്. നമ്മൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. എല്ലാം വർക്ക് ചെയ്തിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ കൊണ്ടുവന്ന് വിട്ടത് തന്നെ. അപ്പോൾ ഇവിടെയുള്ള വണ്ടികളെല്ലാം കണ്ടപ്പോഴാണ് ആൾക്ക് ആ ഒരു ഫീല് വന്നത് തന്നെ. പവർ സ്റ്റിയറിങ്ങും അതുപോലെ പവർ വിൻഡോയും സെൻട്രൽ ലോക്കും കാര്യങ്ങളെല്ലാം. നേരത്തെ ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ്, ഇത്രയും കാലം നോർമൽ ആയിട്ട് തന്നെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കമ്പനി പവർ വിൻഡോയോ അങ്ങനെയൊന്നും കിട്ടാനില്ല ഇപ്പോൾ. RSൻ്റെ പവർ വിൻഡോ കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ G99 എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ് പവർ വിൻഡോ ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്കും നമ്മൾ ആ ബ്രാൻഡിൻ്റെ തന്നെയാണ് സെൻട്രൽ ലോക്കും സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഇതിൽ 2 കീ വരും. ഒന്ന് വന്നിട്ട് നമുക്ക് ഫ്ലിപ്പ് കീ, അതിൽ കീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ് കീ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ സാധാ നമ്മുടെ റിമോട്ടും വരുന്നുണ്ട്. അങ്ങനെ 2 ടൈപ്പായിട്ടാണ് വരുന്നത്. 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പവർ വിൻഡോയും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് റണ്ണിങ് ആണ്, യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം പക്ക വർക്കിംഗ് ആണ്. പക്ക വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് റണ്ണിങ് തന്നെയാണ്. നമുക്ക് ജെന്യൂനിറ്റി എങ്ങനെയാണോ വരുന്നത് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ AC ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാൻഡർ എന്ന് പറയുന്ന മെക്കിൻ്റെയാണ് നമ്മൾ സെൻട്രൽ AC സെറ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്ക് ഒരേ ഒരു കാര്യമുള്ളൂ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അത്രയും വൃത്തിയായിട്ട് തന്നെ സെറ്റ് ചെയ്യണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പില്ലറിൻ്റെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പായിരുന്നു കളർ. പിന്നെ അത് നമ്മൾ ഈ ഒരു നമ്മൾ ടോപ്പിൻ്റെ കളറിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കളറിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതർ മേക്കാണ്, ഒറിജിനലല്ല. ഒറിജിനൽ RSൻ്റെ ഏത് സാധനവും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് സൗണ്ടും അങ്ങനെയുള്ള ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ടാണ് വരുന്നത്. അത് നമുക്ക് സെറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഡോറിലെ പവർ വിൻഡോൻ്റെ സ്വിച്ച് ഈ ഒരു ടൈപ്പിലേക്കാണ് വരുന്നത് തന്നെ. അപ്പോൾ പവർ സ്റ്റിയറിംഗ് പക്ക വർക്കിംഗ് ആണ് ഇപ്പോൾ അല്ലേ. യൂസർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒറിജിനൽ പുതിയത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് യൂസർ തന്നെയാണ് നമ്മൾ എടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിങ്ങും എല്ലാ വർക്കിംഗ് കറക്റ്റാണ്. ഇനിയിപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പക്ക ഓക്കെ തന്നെയാണ്. പവർ സ്റ്റിയറിംഗ് മേടിക്കുമ്പോൾ ഫുൾ കിറ്റായിട്ട് തന്നെ മേടിക്കണം. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചില വണ്ടികളൊക്കെ നമ്മൾ സർവീസ് വരുന്ന വണ്ടികളിലൊക്കെ കാണാം പവർ സ്റ്റിയറിങ്ങിൻ്റെ ടാങ്ക് വന്നിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയുടെ സ്യൂട്ടാക്കിയിട്ടതായിരിക്കും. അതുപോലെ തന്നെ ബൊലീറോ അങ്ങനെയുള്ള വണ്ടികളുടെ സ്യൂട്ടാക്കിയിട്ടതായിരിക്കും. പിന്നെ അതുപോലെ അതിൻ്റെ പൈപ്പുകൾ അങ്ങനെയുള്ള എല്ലാം വ്യത്യാസമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മേടിക്കാതിരിക്കും. എപ്പോഴും യൂസർ മേടിക്കുമ്പോൾ ഫുൾ കിറ്റ്, അതിൻ്റെ പുള്ളി, ടെൻഷനർ എല്ലാം സഹിതം മേടിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ചില വണ്ടികളിൽ കണ്ടിട്ടുണ്ട് നമുക്ക് എന്താ പറയുക, പവർ സ്റ്റിയറിങ്ങിൻ്റെ ഐഡ്ലർ പുള്ളി പോലും ഉണ്ടാവില്ല. ഒരു ചെറിയ ബെൽറ്റ് ഇട്ടിട്ട് അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു പവർ കിട്ടില്ല. പവർ സ്റ്റിയറിംഗ് പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്താലേ കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ, സ്റ്റിയറിംഗ് വർക്ക് ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ടൈറ്റ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡ്ലർ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് ബെൽറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് വലിച്ച് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് പക്ക ക്ലിയറിൽ കിട്ടുള്ളൂ. AC വർക്കിങ്ങും പക്ക ആണ്. അതുപോലെ തന്നെ ബാക്ക് AC ഒക്കെ നല്ലോണം കൂളാകുന്നുണ്ട്. ഏകദേശം ഒരു 5 ഡിഗ്രി വരെ തണുക്കുന്നുണ്ട്. കോളിസിന് മാക്സിമം ഇത്രത്തോളം നമുക്ക് ഇത് കിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് കിട്ടും. നല്ല കൂളിംഗാണ്, നല്ല കൂളിംഗ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യുമ്പോൾ അതുപോലെ ഇങ്ങനെ ഫുൾ കിറ്റ് മേടിച്ചിട്ട് സെറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്കത് പ്രോപ്പർ വർക്കിംഗ് ആയിട്ട് നമുക്ക് ആ കോളിസിൻ്റെ ഒറിജിനാലിറ്റിയിലുള്ള ഒരു വർക്കിംഗ് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലാത്ത പക്ഷം അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യൂസർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട്. അതുമാത്രമല്ല പല സാധനങ്ങളും നമുക്ക് ഈ കോളിസിൻ്റെ കിട്ടാനില്ല ഇപ്പോൾ. അതുകൊണ്ട് മാക്സിമം കിറ്റായിട്ട് എടുക്കുമ്പോൾ ഫുൾ സാധനം എടുക്കുക. 1-2 സാധനം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാനോ അങ്ങനെ ഒന്നും സ്പെയർ ആയിട്ട് അത് കിട്ടുകയില്ല. സെക്കൻഡ്സ് തന്നെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ AC ഇട്ടതുകൊണ്ടാണ് കുറച്ച് ആർക്കും കയറി നിൽക്കുന്നത്. വേണ്ട നമ്മൾ ആ സിസ്റ്റം, പവർ സ്റ്റിയറിംഗ് സിസ്റ്റം കംപ്ലീറ്റും ആ ഒരു
ജെന്യൂനിറ്റി തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുൾ ഫിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ചിലപ്പോൾ ടാങ്ക് ഉണ്ടാവില്ല, പൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ മൊത്തം വേറെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ആ ഒരു ജെന്യൂനിറ്റി അതൊന്നും നഷ്ടപ്പെട്ടു പോകും. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. വണ്ടി എങ്ങനെയാണോ പോളിസ് GSM RS ഒക്കെ വരുന്ന ആ ഒരു ടൈപ്പിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാനും പറ്റും. അതുപോലെ പമ്പിൻ്റെ നോയ്സും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്ന പമ്പുകൾ മെയിനായിട്ട് എന്നുള്ളൊരു നോയ്സൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ സ്റ്റിയറിംഗ് ഓടിക്കുമ്പോൾ കൂടുതൽ സൗണ്ട് വരും. നോർമലി ചെറിയൊരു നോയ്സ് വരും, അല്ലാതെ ഓവർ നോയ്സ് വന്നു കഴിഞ്ഞാൽ പമ്പ് പ്രശ്നമാണ്, ലോഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ വിൻഡോ, പവർ സ്റ്റിയറിങ്, സെൻട്രൽ AC, പിന്നെ അതുപോലെ സെൻട്രൽ ലോക്ക്, ഇത്രയും സിസ്റ്റമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വണ്ടി പക്ക ഓക്കെയാണ്. FS നേരെ GS ആ ഒരു ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ പവർ സ്റ്റിയറിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം നോർമൽ പാർട്സാണ്, ഒറിജിനലല്ല. ഒറിജിനൽ RSനോ GSനോ വരുന്ന ടൈപ്പല്ല, വേറെ വ്യത്യാസമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് തന്നെ. അതേ കിട്ടാനുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. ഒറിജിനൽ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒറിജിനൽ തന്നെ ചെയ്യും. അപ്പോൾ ഇത് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പിലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് ഇത്രയും വർക്ക് മൊത്തം ചെയ്തു വരാനായിട്ട് ഏകദേശം ഒരു 62,000 രൂപ ആ റേഞ്ച് വരുന്നുണ്ട് ഈ കംപ്ലീറ്റ് സിസ്റ്റം ചെയ്യാനായിട്ട് കേട്ടോ. ലേബറും എല്ലാം കൂടിയിട്ട്, ലേബർ, പാർട്സ്, അതിൻ്റെ ഓയിൽ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.